കാര്യങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തു പോകുന്നത് നല്ലതായിരിക്കും. ജനുവരി 30-നാണ് ആദ്യത്തെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള അവസ്ഥ സംസ്ഥാനം ഒരു മുൾമുനയിൽ നിൽക്കുന്ന നിലയായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ COVID-19 ബാധ നമ്മുടെ സംസ്ഥാനത്താണ് വന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൈനയിൽ നിന്ന് വന്ന, വുഹാനിൽ നിന്ന് വന്ന വിദ്യാർത്ഥി തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈറസ് വ്യാപനം പ്രതിസന്ധി സൃഷ്ടിച്ച ഘട്ടത്തിൽ കേരളം ആകെ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിക്കപ്പെട്ടു. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സംവിധാനങ്ങൾ, രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ. ഫെബ്രുവരി 2-ന് ആലപ്പുഴയിലും 3-ന് കാസർകോട്ടും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 3 പേരെയും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. കൂടുതൽ ആളുകളിലേക്ക് പടരാതെ ശ്രദ്ധിക്കാനും നമുക്ക് കഴിഞ്ഞു. അത് ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നു. ആദ്യഘട്ടത്തിലെ COVID-19-നെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫെബ്രുവരി 19-ന് സംസ്ഥാനത്ത് വീണ്ടും രോഗബാധ റിപ്പോർട്ട് ചെയ്തു. വിദേശത്തു നിന്ന് വന്ന ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് രോഗബാധയുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. യാത്രക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതൊക്കെയായിട്ടും 5 പേർക്ക് രോഗബാധയുണ്ടായത് രണ്ടാം ഘട്ട വൈറസ് വ്യാപനത്തിൻ്റെ ഭീഷണിയാണ് നമുക്ക് മുന്നിൽ ഉയർത്തിയത്. സ്വാഭാവികമായും അതോടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായി വന്നു. സമ്പർക്കത്തിലേർപ്പെട്ടവർ, സഹയാത്രികർ, അവരെയെല്ലാം കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കി. ശാസ്ത്രീയമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി. വിമാനത്താവളങ്ങളിൽ പ്രാഥമിക പരിശോധന നിർബന്ധമാക്കി. വിമാനത്തിൽ വന്നിറങ്ങുന്നവരെ വീടുകളിലേക്കോ ആശുപത്രികളിലേക്കോ നിരീക്ഷണത്തിൽ കഴിയാൻ അയച്ചു. ചില നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതായി വന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ആൾക്കൂട്ടങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക്, സാംസ്കാരിക രാഷ്ട്രീയ കൂടിച്ചേരലുകൾക്ക്
എല്ലാം വിലക്കേർപ്പെടുത്തി. വിവാഹ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുവെ ആളുകൾ കൂടുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചു. പൊതുപരിപാടികളാകെ റദ്ദ് ചെയ്തു. സിനിമാ തിയേറ്ററുകൾ നിർത്തിവെച്ചു. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആശാവർക്കർമാരും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും സന്നദ്ധ സേവകരും സർക്കാർ സംവിധാനങ്ങളാകെയും ഒറ്റക്കെട്ടായി പ്രതിരോധത്തിന് രംഗത്തിറങ്ങി. ഒരു ഭേദചിന്തയുമില്ലാതെ ഒരു സംവിധാനമാകെ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അനുഭവമുണ്ടായി. വ്യക്തി ശുചീകരണം, അണുമുക്തമാകാനുള്ള സാനിറ്റൈസറുകളുടെ ഉപയോഗം, ശാരീരിക അകലം പാലിക്കൽ തുടങ്ങിയവ കർക്കശമായി സംസ്ഥാനത്ത് നടപ്പാക്കി. ലോക്ക്ഡൗൺ രാജ്യവ്യാപകമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ അടച്ചിടൽ പ്രഖ്യാപിച്ചു. മാസ്കുകളുടെ ഉപയോഗം വ്യാപകമാക്കി. കുറഞ്ഞ ചെലവിൽ സാനിറ്റൈസറും മാസ്കും ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലെത്തിക്കാൻ തുടങ്ങി. വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ വർദ്ധിച്ച ഇൻ്റർനെറ്റ് സംവിധാനം ഉറപ്പാക്കി. പെട്ടെന്ന് സ്തംഭിച്ചുപോയ നാടിനെയും ജനജീവിതത്തെയും തിരികെ പിടിക്കാൻ 20,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് സംസ്ഥാനം പ്രഖ്യാപിച്ചു. വിദേശങ്ങളിൽ നിന്ന് പ്രവാസികൾ തിരിച്ചെത്തുവാൻ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയ്ക്കെതിരെ സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. പഴുതടച്ചുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത്. ഇന്ത്യയിലെ രോഗികളുടെ എണ്ണത്തിൽ ഒന്നാമതായിരുന്നു നാം ആദ്യഘട്ടത്തിൽ, നമ്മുടെ സംസ്ഥാനം. ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനവും നമ്മുടേതാണ്. കേരളം കോവിഡിൻ്റെ നാട് എന്ന് പറഞ്ഞാണ് അയൽ സംസ്ഥാനം റോഡ് മണ്ണിട്ട് മൂടിയത്. ഫെബ്രുവരി 1 സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുണ്ടായിരുന്നവരുടെ എണ്ണം 1471. ആ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 36. മാർച്ച് 26 ആയപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 1,01,285. അത് ഏപ്രിൽ 4 ആകുമ്പോൾ 1,71,355 വരെ എത്തി. ഏപ്രിൽ 4 പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 174 പേരെയാണ്. അന്ന് ആശുപത്രിയിലെ 734 പേരുണ്ടായിരുന്നു. ആശുപത്രികളിൽ കിടക്കുന്നവരുടെ എണ്ണം ഏപ്രിൽ 11 814 ഉയർന്നു. ആ ദിവസം ആശുപത്രിയിലെത്തിയവർ
126 ഒരു ദിവസം. കൈവിട്ടു പോകും എന്ന് കരുതിയ അവസ്ഥ ഒരു ഘട്ടത്തിലുണ്ടായി. ഒരു രോഗി ഒറ്റയടിക്ക് രോഗം പകർന്നു നൽകിയത് 23 പേർക്കാണ്. അയാളിൽ നിന്ന് പകർന്നവരിലൂടെ 12 പേർക്കും രോഗബാധയുണ്ടായി. അതൊരു ലക്ഷണമായെടുത്താൽ ഒരുപക്ഷെ കേരളം ഭയാനകമായൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഓരോ രോഗിയെയും കണ്ടെത്തുകയും അവർ സഞ്ചരിച്ച വഴികളിലൂടെ ചെന്ന് പകരാൻ സാധ്യതയുള്ളവരെ തെരഞ്ഞു പിടിക്കുകയും ഐസൊലേഷനിൽ ആക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനുമുള്ള വകയുണ്ട്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 1,71,355 നിന്ന് 46,323 കുറഞ്ഞു. ലോക ശരാശരി 5.75%. ഇന്ത്യയിലെ നില അത് 2.83%. കേരളത്തിലേത് 0.58%. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ COVID-19 പരിശോധനാ സംവിധാനമുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. കോവിഡ് ടെസ്റ്റിംഗ് കിയോസ്ക് രാജ്യത്താദ്യം സ്ഥാപിച്ചത് ഇവിടെയാണ്. രാജ്യത്ത് പ്ലാസ്മ തെറാപ്പി ആരംഭിക്കുന്നത് കേരളമാണ്. നമുക്കിപ്പോൾ 33 കോവിഡ് സ്പെഷ്യൽ ആശുപത്രികളുണ്ട്. 14 ജില്ലകളിൽ 38 കോവിഡ് സ്പെഷ്യൽ ആശുപത്രികൾ. കേരളമാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി നിയമം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്ത് 1296 ആശുപത്രികളിലായി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് 49,702 കിടക്കകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ICUവിൽ 1369 രോഗികളെ ചികിത്സിക്കാം. 800 വെന്റിലേറ്ററുകൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാണ്. ഇതിനു പുറമെ 866 സ്വകാര്യ ആശുപത്രികളിലായി 81,904 ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലായി 6,059 ICU ബെഡുകളും 1,578 വെന്റിലേറ്ററുകളും സജ്ജമാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇപ്പോൾ തന്നെ നാം തയ്യാറാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1205-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് നിരീക്ഷണത്തിലുള്ളവർക്കും ആവശ്യക്കാർക്കും ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെ സൗജന്യമായും അല്ലാതെയും ഭക്ഷണം നൽകുന്നുണ്ട്. 331 കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളിലൂടെ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. രാജ്യത്താകെ അതിഥി തൊഴിലാളികൾക്കായി 22,000
567 ക്യാമ്പുകളാണുള്ളത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ ക്യാമ്പുകളുടെ എണ്ണം 1,19,902 ക്യാമ്പുകളാണ് എന്ന് കാണാൻ കഴിയും. സംസ്ഥാനം ഒഴികെയുള്ള ക്യാമ്പുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടങ്ങളിൽ അതിഥി തൊഴിലാളികൾ സുരക്ഷിതരായി താമസിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. അഗതികൾ, തെരുവിലുറങ്ങുന്നവർ, ഇവർക്കെല്ലാം താമസവും ഭക്ഷണവും നൽകുന്നു. സർക്കാർ 3685 പേരെയാണ് ഈ രീതിയിൽ പുനരധിവസിപ്പിച്ചത്. കേരളം കോവിഡ് പ്രതിരോധത്തിനായി 300-ലധികം ഡോക്ടർമാരെയും 400-ലേറെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. APL, BPL വ്യത്യാസമില്ലാതെ സൗജന്യ റേഷൻ കൊടുത്തു. സൗജന്യ കിറ്റുകളുടെ വിതരണം നടന്നു വരുന്നു. നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ വലിയ സ്വീകാര്യത നേടി. ക്യാൻസർ രോഗികൾക്ക് മരുന്നും ചികിത്സയും മുടങ്ങാതിരിക്കാൻ ചികിത്സാ സൗകര്യം ജില്ലാതലത്തിൽ കേരളം ഏർപ്പെടുത്തി. കേരളത്തിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുടെ മേന്മയും കരുത്തും ഇവിടെ നിന്ന് കോവിഡ് രോഗം ഭേദപ്പെട്ട് തിരിച്ചുപോയ 8 വിദേശികൾ മറയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. 93-ഉം 88-ഉം വയസ്സായ വൈറസ് ബാധിതരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വീട്ടിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കും നമുക്ക് സാധ്യമായത് ഏതെങ്കിലും ഇന്ദ്രജാലം കൊണ്ടല്ല, നമ്മുടെയെല്ലാം കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായാണ്. ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഫലമായാണ്. അതുകൊണ്ടാണ് ലോകവ്യാപകമായി കേരളം അഭിനന്ദിക്കപ്പെടുന്നത്. ലോകപ്രശസ്തരായ മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതി, ഫീച്ചറുകൾ എഴുതി കേരളത്തിൻ്റെ മാതൃകയെക്കുറിച്ച് പറയുന്നത് ഈ അനുഭവം കൊണ്ടാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സംസ്ഥാനത്ത് നൽകിയ പ്രശംസ സ്വന്തം ജീവൻ പണയം വെച്ച് രോഗപ്രതിരോധത്തുള്ള ഓരോ ആരോഗ്യ പ്രവർത്തകനും പ്രവർത്തകർക്കുമുള്ളതാണ്. IC യൂണിറ്റിലെ രാപ്പകൽ പരിചരിക്കുന്നവരും ഭക്ഷ്യവസ്തുക്കൾ ലോറിയിൽ കയറ്റുന്നവരും ശുചീകരണ തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ സേനയാണ് ഈ യുദ്ധമുഖത്തുള്ളത്. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ നമുക്ക് മറ്റൊന്നും തടസ്സമല്ല എന്നാണ് തെളിയിക്കപ്പെട്ടത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് ശ്വാസം വിടാമല്ലോ എന്ന തോന്നലിലേക്ക് നമ്മളെ എത്തിച്ചത്. എന്നാൽ ഇതങ്ങനെ ശ്വാസം വിടാനുള്ള സമയമല്ല എന്നതും ഇതോടൊപ്പം നാം തിരിച്ചറിയണം. കോവിഡ്-19 വ്യാപനം നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ വലിയ ആശങ്കയിലും വിഷമത്തിലുമാക്കിയിരിക്കുന്നു. അവരുടെ നാട്ടിലെ കുടുംബാംഗങ്ങളും
ആശങ്കാകുലരാണ്. പ്രവാസികളിൽ വലിയ പങ്ക് ഗൾഫ് നാടുകളിലാണ്. ഏകദേശം 20 ലക്ഷം പേർ. രോഗബാധയുണ്ടായി മലയാളി സഹോദരങ്ങൾ മരണപ്പെടുന്ന സ്ഥിതി കൂടി വന്നതോടെ ആശങ്ക വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. ഗൾഫിൽ ജീവിക്കുന്ന മലയാളികളിൽ ബഹുഭൂരിഭാഗവും ചെറിയ വരുമാനക്കാരും പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞു വരുന്നവരുമാണ്. മഹാമാരി പറന്നു പിടിക്കുമ്പോൾ ഇത്തരക്കാരാണ് കൂടുതൽ പ്രയാസപ്പെടുന്നത്. ഇന്ത്യൻ എംബസികളുമായും മലയാളികളുടെ സംഘടനകളുമായും ബന്ധപ്പെട്ട് ഇവർക്ക് പരമാവധി സഹായവും പിന്തുണയും ലഭ്യമാക്കാനാണ് നോർക്കയിലൂടെ ശ്രമിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. സന്ദർശക വിസയിൽ പോയി അവിടെ കുടുങ്ങിപ്പോയവരുണ്ട്. അവർക്ക് നാട്ടിൽ തിരിച്ചെത്തണം. പലരും മക്കളെ കാണാൻ പോയി അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ചിലർ അക്കാദമിക് ആവശ്യങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തെ വിസയിൽ പോയവരാണ്. അതുകൊണ്ടാണ് അടിയന്തരമായി തിരിച്ചു വരേണ്ടവരെ കൊണ്ടുവരുന്നതിന് പ്രത്യേക വിമാനം അയക്കണമെന്ന് സംസ്ഥാനം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർ ഇവിടെ എത്തുമ്പോഴുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ട് മുഴുവൻ പേരെയും പരിശോധിക്കാനും വിമാനത്താവളത്തിന് സമീപം തന്നെ ക്വാറന്റൈൻ ചെയ്യാനും രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുമാണ് തയ്യാറാവുക. ഇതിനുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നാം ഒരുക്കുകയാണ്. അതിലേറെ ആളുകൾ വന്നാൽ സ്വീകരിക്കാനും സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതിയും നമുക്കുണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയവർക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കും കോവിഡ് അല്ലാത്ത മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും മുൻഗണന നൽകേണ്ടി വരും. ഇവർ വിമാനത്താവളത്തിലെത്തിയാൽ ക്വാറന്റൈൻ മുതൽ വീട്ടിലെത്തിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതുവരെ പ്രവാസികൾ ഇപ്പോൾ എവിടെയാണോ അതത് നാട്ടിൽ അതത് സർക്കാരുകളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.